ത്രിയേക ദൈവത്തിന് സ്തുതി. വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളോടെയാണെങ്കിലും ആരാധന എന്നത് എല്ലാ മതങ്ങളിലും സംസ്കാരങ്ങളിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ കവിഞ്ഞൊഴുക്കാണ് ആരാധന എന്ന് പറയാം. നേർച്ച കാഴ്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നതിലൂടെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ആരാധനയായി സമർപ്പിക്കുകയാണ്. തനിക്കുള്ളതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു സ്ത്രീയെ കുറിച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വേദഭാഗത്ത് കാണുന്നത്. ദേവാലയത്തിൽ തന്റെ ഉപദേശത്തിനിടയിൽ ശാസ്ത്രിമാരുടെ കപടതകളെയും തന്ത്രങ്ങളെയും കുറിച്ചൊക്കെ ജനത്തെ ഉപദേശിക്കുന്നുണ്ട് യേശു. അവരുടെ വ്യർത്ഥമായ മതാനുഷ്ഠാനങ്ങളും ദീർഘമാക്കുന്ന പ്രാർത്ഥനകളും വിധവകളോടുള്ള തെറ്റായ സമീപനവുമെല്ലാം ശിക്ഷാവിധിക്ക് അർഹരാക്കുമെന്നും പറയുന്നുണ്ട് അവിടെ. അതിനുശേഷം ശ്രീഭണ്ഡാരത്തിന് നേരെ തന്റെ ശ്രദ്ധയെ തിരിക്കുന്നു യേശു. ദാനധർമാദികളിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു യഹൂദർ. തങ്ങളുടെ മതപരമായ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അത്. കാഹളത്തിന്റെ രൂപത്തിൽ നിർമ്മിച്ചിരുന്ന ശ്രീഭണ്ഡാരത്തിൽ പുരുഷാരം പണം ഇടുന്നത് നോക്കിയിരിക്കുകയായിരുന്നു യേശു. ധനവാന്മാർ പലരും വളരെ ഇട്ടു എന്നവിടെ വായിക്കുന്നു. തങ്ങളുടെ പ്രൗഢിക്കും പദവിക്കുമൊക്കെ അനുസരിച്ച് ഓരോരുത്തരും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ സമർപ്പിക്കും. അവ ഭണ്ഡാരത്തിലേക്ക് വീഴുന്നതിന്റെ ശബ്ദവും അവിടെ മാറ്റൊരുകൊണ്ടിരുന്നു. ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നതിനിടയിലാണ് വ്യത്യസ്തമായ ഒരു കാഴ്ച യേശു കണ്ടത്. പാവപ്പെട്ട ഒരു സ്ത്രീ ഈ തിക്കിനും തിരക്കിനുമിടയിൽ ആരുടെയും ശ്രദ്ധ ആകർഷിക്കാത്ത വിധം വന്ന് തന്റെ കൈവശം ആകെയുള്ള 2 ചെമ്പുതുട്ടുകൾ സമർപ്പിക്കുന്നത്. 1 പൈസയ്ക്ക് മതിയായ 2 കാശ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലത്തെ ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് ഇതിനുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ആ സ്ത്രീ ദരിദ്രയും ഒപ്പം തന്നെ വിധവയുമായിരുന്നു. മറ്റുള്ളവർ എന്ത് കരുതുമെന്നോ എത്ര കൂടുതലാണവർ ഇട്ടതെന്നോ ഒന്നും അവൾ ശ്രദ്ധിച്ചില്ല. തനിക്കുള്ളതിനെ സന്തോഷപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് അവൾ ചെയ്തത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന യേശുവിന്റെ പാദത്തിൽ തൈലാഭിഷേകം നടത്തിയ സ്ത്രീ വിലയേറിയ പരിമള തൈലം, അതായത് അവളുടെ സമ്പാദ്യം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെയുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു അവളുടേത്. അവളുടെ ആരാധനയെ കർത്താവും അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ വിധവയെ കണ്ട യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ഇത്രയും വലിയ പുരുഷാരത്തിനിടയിൽ ഈ വിധവയായ സ്ത്രീയാണ് ഏറ്റവും അധികം കാണിക്കയിട്ടതെന്ന് പറയുമ്പോൾ അവരൊരു പക്ഷെ അത്ഭുതപ്പെട്ടിരിക്കാം. കാരണം വ്യത്യസ്ത ജീവിത നിലവാരമുള്ള അനേകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാണയക്കിലുക്കങ്ങൾ ഒരുപക്ഷെ അവരും കേട്ടിരിക്കാം. ഗുരുവിന് എന്തു പറ്റി എന്നവർ ചിന്തിച്ചിരിക്കാം. എന്നാൽ അവരുടെ സംശയത്തെ ദൂരീകരിക്കുന്നതായിരുന്നു കർത്താവിന്റെ മറുപടി. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു. ഒരുപക്ഷെ നാളേക്ക് ഒന്നും കരുതിയിട്ടില്ലായിരിക്കാം അവൾ. കൂടുതൽ ഇട്ടവരോട് അസൂയയോ കുറവിട്ടതിൽ നിരാശയോ അവൾക്കില്ല. കാരണം ഹൃദയപൂർവ്വമാണ് അവളുടെ അർപ്പണം. ഒരു വലിയ ത്യാഗമുണ്ടതിൽ. ദൈവത്തോടുള്ള ഭക്തിയും സ്നേഹവും കൃതജ്ഞതയുമുണ്ട്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവപുത്രന് അത് മനസ്സിലായതിൽ അതിശയിക്കാനില്ല. ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമ്പന്നർക്കിടയിൽ ആത്മീയതയിൽ സമ്പന്നയായ ഒരു ദരിദ്ര വിധവ. അവളുടെ ചെറിയ വഴിപാടിന് പിന്നിലെ വലിയ ത്യാഗമാണ് അതിനെ അമൂല്യമാക്കി മാറ്റുന്നത്. ദൈവത്തിലുള്ള ആ സ്ത്രീയുടെ ആശ്രയത്വത്തിന്റെ നിദർശനവുമാണ് ഇവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിൽ കാഴ്ചയുമായി പോയ 2 സഹോദരന്മാരെ കാണുന്നുണ്ട്, കയീനും ഹാബേലും. ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലുമാണ് പ്രസാദിച്ചത്. കാരണം അവൻ ആടുകളുടെ കടിഞ്ഞൂലിൽ നിന്ന്, അതിന്റെ മേധസ്സിൽ നിന്ന് തന്നെയാണ് കാഴ്ച കൊണ്ടുവന്നത്. ദേഷ്യം ഭാവിച്ച കയീനോട് യഹോവ ചോദിക്കുന്നു, നീ നന്മ ചെയ്താൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നിന്റെ വഴിപാട് ആചാരവും അനുഷ്ഠാനവും മാത്രമായി തീരുമ്പോഴല്ല, ഹൃദയപൂർവ്വം നിനക്കുള്ള ഏറ്റവും മെച്ചമായത് ദൈവം മുമ്പാകെ സമർപ്പിക്കുമ്പോഴാണ് അത് ആരാധനയാകുന്നതെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് വാഗ്ദത്ത പുത്രനായി ലഭിച്ച ഇസ്ഹാക്കിനെ ബലി കഴിക്കുവാൻ മനസ്സോടെ തയ്യാറായ അബ്രഹാമിന് ദൈവകൃപ ധാരാളമായി ലഭിച്ചു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഏറെ പ്രാർത്ഥിച്ചു നേടിയ മകനെ തിരികെ ദൈവസന്നിധിയിൽ ശുശ്രൂഷക്കാരനായി ഏൽപ്പിക്കുമ്പോൾ ഹന്നയുടെ ഏറ്റവും മനോഹരമായ ആരാധനയായി തീർന്നു ആ അർപ്പണം. നമ്മുടെ ചുറ്റുപാടുകളിലും ഇതുപോലെ തങ്ങൾക്കുള്ളതിനെ ദൈവസന്നിധിയിൽ പങ്കുവെക്കുന്നവരെ കാണാനാവും. മാരാമൺ കൺവെൻഷന്റെ എല്ലാ സ്റ്റാളുകളിലും തനിക്ക് ഭിക്ഷയായി കിട്ടുന്ന തുകയിലെ ചെറിയ വിഹിതങ്ങൾ
സംഭാവനയായി നൽകുന്ന അന്ധനായ ഒരു യാചകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കോടികൾ കൂട്ടിവെച്ച് ആയിരങ്ങൾ ദാനം ചെയ്യുന്നതിനേക്കാൾ ദൈവം വിലമതിക്കുന്നത് ഇല്ലായ്മയിൽ നിന്നും നൽകുന്നതിനായിരിക്കും. സ്വന്തം ജീവൻ തന്നെ നമുക്ക് വേണ്ടി ദാനമായി നൽകിയ ക്രിസ്തുവാകണം നമ്മുടെ മാതൃക. പിതാവിന്റെ ഹിതത്തിന് മുമ്പിൽ തന്നെ തന്നെ അർപ്പിച്ച പുത്രൻ. ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി, സ്നേഹം, നന്ദി എന്നിവയൊക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഒരു മാർഗമാണ് ആരാധന. നമ്മുടെ ആരാധനകൾ ഇന്ന് എപ്രകാരമുള്ളതാണ് എന്ന് ചിന്തിക്കാം. കയ്യിന്റെ ബലി പോലെ വെറും അനുഷ്ഠാനമാണോ, അതോ വിധവയുടെ 2 കാശ് പോലെ ദൈവത്താൽ പ്രശംസിക്കപ്പെടുന്നതാണോ? പാട്ടുപാടുന്നതും പ്രാർത്ഥിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും മാത്രമല്ല ആരാധന. നമ്മുടെ കഴിവുകളും സമയവും സാഹചര്യങ്ങളുമെല്ലാം ദൈവഹിതപ്രകാരം ചെലവഴിക്കുവാൻ സാധ്യമാകണം. പ്രൗഢി കാണിക്കാനല്ല, എളിമയും വിനയവും ഉള്ളവരായി ത്യാഗമനോഭാവത്തോടെ സമസൃഷ്ടികളെ ചേർത്ത് പിടിക്കുമ്പോൾ, അവരുടെ കണ്ണുനീരൊപ്പുമ്പോൾ, അവർക്ക് നേരെ സഹായഹസ്തം നീട്ടുമ്പോഴൊക്കെ നമ്മുടെ ആരാധനകൾ ദൈവം അംഗീകരിക്കും. നമ്മുടെ അർപ്പണത്തെ കർത്താവ് വിലമതിക്കും. നന്മ ചെയ്യുന്നവരായി നമുക്കും ജീവിക്കാം. നമ്മുടെ വഴിപാടുകൾ കർത്താവിന് പ്രസാദകരമായ ആരാധനയായി തീരട്ടെ. ജീവിതത്തിന് സന്തോഷവും അനുഗ്രഹ പൂർത്തീകരണവും നൽകട്ടെ. അപ്പോൾ മാത്രമേ നമ്മുടെ നോമ്പും ഉപവാസവുമെല്ലാം അർത്ഥപൂർണമായി തീരുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ കാഴ്ചകൾ നിനക്ക് പ്രസാദകരമായിരിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ആരാധനകൾ ഹാബേലിന്റെ ബലിയെ പോലെ നീ കൈക്കൊള്ളണമേ. ആമേൻ.